ല്ലേ ഈ പൈസ ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്ത് എന്തോ തരുന്ന വിചാരിച്ചിട്ടല്ലേ? സ്നേഹം കൊണ്ട് മാത്രം അല്ലേ? ഒരു മിനിറ്റ് വീഡിയോ നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താന്ന് പൊട്ടിച്ചു നോക്കാം ഹാഫി. ഓക്കെ എന്തൊക്കെ പൊട്ടിച്ചു നോക്കാം എന്താ. ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു നിഹാൽ പെർസ്പെക്റ്റീവ്. നമ്മള് പിന്നെ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡന്റിനെ കാണാൻ വേണ്ടി പോവാണ്. പക്ഷെ സംഭവിച്ച നല്ല ബ്ലോക്കിൽ നമ്മൾ പെട്ടെടുക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാം നമ്മളൊരു ഗിവ് വേ നടത്തിയിരുന്നു. ആ ഗിവ് വേ ഞങ്ങളുടെ പേഴ്സണൽ ബിസിയും ഞങ്ങളുടെ പ്രൊഫഷണൽ ബിസിയും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കത് കുട്ടിയുടെ അടുത്തേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഇന്ന് അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് ആയത് എനിക്ക് ആവുന്ന ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എന്താണ്, പെരുന്നാളൊക്കെ അല്ലേ, എക്സാം പിന്നെ പെരുന്നാളിന്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി ഒക്കെ ഹെൽപ്ഫുൾ ആണ് വിചാരിക്കുന്നത്. വിധി നമുക്ക് എതിരാണ്. ആകാശത്ത് കാർമേഘങ്ങൾ, മുന്നിൽ കാർമേഘങ്ങൾ കണ്ണട വെച്ചോണ്ട് തോന്നാട്ടോ ഒരു നല്ല പുലിവയിലാണ്. ആണോ? സോറി. എന്തായാലും നോക്കാം നമുക്ക്. യെസ്. അപ്പോ സാറവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങ് മൂലക്കല്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തുന്ന വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കിന്ന് നമ്മുടെ ഒരുപാട് കുട്ടികളൊക്കെ അവിടെ നിങ്ങളെ പോലെ ഒരുപാട് പ്ലസ് 1 സ്റ്റുഡൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പോയി നോക്കട്ടെ എന്തൊക്കെ കാര്യങ്ങൾ ഇടയ്ക്കിടെ ഇങ്ങനെ അപ്ഡേറ്റ് തരാം. ഓ ഗൈസ്, സ്റ്റിൽ ബ്ലോക്ക് തന്നെ കേട്ടോ. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും തോന്നുന്നില്ല. കുറച്ച് സമയം നമ്മളിവിടെ പെടുന്ന തോന്നുന്നു. പരീക്ഷ കഴിയുമ്പോഴത്തേക്ക് സ്കൂളിൽ എത്തുമ്പോൾ നോക്കാം. പരീക്ഷ കഴിയുമ്പോൾ സ്കൂളിൽ എത്തുന്നില്ല. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. യു ഗൈസ് കണ്ടിന്യൂ. ബൈ. 3-4 വണ്ടിക്ക് മിക്കവാറും എല്ലാം കാണാൻ കഴിഞ്ഞു. ഗൈസ്, ഞങ്ങള് 100-110 പോവാണ്. ഉണ്ട് അവിടെ കാണുന്നത് 100-110 ഉണ്ട്. യെസ്. ഒരു സുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ മനമൊരു സുഖം, കറുകനാവിലും മധുകണം കവിതയെ കളകി. സാർ കുറെ നേരമായിട്ട് പോസ്റ്റാണ്. പക്ഷെ അവസാനം ഞങ്ങൾ സാറെ കണ്ടെത്തി കാർ കയറ്റി. ഹായ് സാറടാ, നമ്മൾ എങ്ങോട്ടാണ് പോണേ? നമ്മള് മഞ്ചേരി GVHSS കാരക്കുന്ന്. അതന്നല്ലേ? അതന്നെ അടിക്കും. അപ്പൊ മഞ്ചേരികളെല്ലാം നമ്മളിതില് മറ്റേ വീഡിയോ വരാനുള്ള. അപ്പൊ സാർ എന്തോ ഒരു പേഴ്സണൽ പ്രശ്നം ഉണ്ട്. അതാണ് സാർ ചില വാക്കുകൾ വിടറി പോകുന്നത്. ആരെ കരയിപ്പിച്ച് ഗൈസ്, ഈ KSRTC ബസ് കുറെ നേരം ഞങ്ങളുടെ പാലക്കാട് പെരുന്തൽമണ്ണ ബസ് വെറും ബ്ലോക്കാണ്. ബ്ലോക്ക് പരീക്ഷ കുട്ടികളെ കാണാൻ വരാൻ കഴിയാതെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷേ ഈ ഗവൺമെന്റ് ഇന്ത്യ ഈ റോഡൊക്കെ മാറ്റണോ? കുറച്ചുകൂടി മെട്രോ സംവിധാനത്തിലേക്ക് എഡ്യൂക്കേഷനിലെ ഫാക്കൽറ്റീസിന് വേറെ തന്നെ റോഡ് വേണം. കാരണം കുട്ടികളെ കാണാൻ പാഞ്ഞു പോകും. നമ്മള് മിക്കവാറും എയറിലേക്ക് കയറിയ പിന്നെ സുഖമായി. അങ്ങനെ പറന്നു പോയില്ലേ. ഇതൊക്കെ കട്ട് ചെയ്ത് വിടാണെങ്കിൽ ഫുള്ള് ബ്ലോക്ക്. അവിടെയും ബ്ലോക്ക്, ഇവിടെയും ബ്ലോക്ക്. എന്താ ഇന്നത്തെ എന്താ പ്രത്യേകത? എന്താ അവസ്ഥന്? ഇന്ന് പെരുന്നാളോ? പെരുന്നാളിന്റെ എന്താ ചെയ്യാ. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ള കുട്ടികളോട്? പരീക്ഷ കഴിഞ്ഞ് പിരിയാം. കുറച്ച് ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യാ, അടിച്ചു പൊളിക്കാവുന്ന ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് പോയി ചില്ലാക്കാം, ബീച്ചിലൊക്കെ പോവാം. ഞാൻ പറയാം, ആദ്യം ഒന്ന് കിടന്നുറങ്ങ്, നന്നായിട്ട് ഉറങ്ങ്. അതാണ് ആദ്യം വേണ്ടി. അല്ല, പക്ഷെ എന്നാലും കുറെ കൂടുതൽ ടെൻഷനും സ്ട്രെസ് ഒക്കെ കാരണം ഉറങ്ങാൻ പറ്റാതെ നിങ്ങൾ ഉറങ്ങടാ. എന്റെ പ്രയോറിറ്റി ഉറങ്ങാൻ പറയാം. നിങ്ങൾ അതിന് വേണ്ടി മാറ്റി. പിന്നെ ഇപ്പൊ എന്നോട് കുട്ടികൾ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. പിന്നെ വെക്കേഷൻ ആർക്ക് എങ്ങനെ ഉഷാറാക്കാൻ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പറ്റും ചോദിക്കുന്നു പല ആളുകൾ. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? അത് ഈ 2 മാസം പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതന്നെ. അല്ല, പ്രൊഡക്റ്റീവ് ആക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, നിങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഏർപ്പെടാം, ക്യാമ്പിന് പോകാം, ഡ്രോയിങ്, അങ്ങനെ പലതും ചെയ്യാനുണ്ട്. ഞാൻ ആ പ്രൊഡക്റ്റീവ് ആക്കാൻ താല്പര്യം സാർ പ്രവൃത്തിയിരിക്കും ചെയ്യാം. നോ പ്രോബ്ലം. അപ്പൊ ഞാൻ ഇതേപോലെ പ്രൊഡക്റ്റീവ് നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് പ്രൊഡക്റ്റീവ് ആണെന്ന് നമ്മൾ ഇടങ്ങാറൊന്നാവേണ്ട, പുറത്തൊന്നും പോകണ്ട. നമുക്ക് തന്നെ വീട്ടിലിരുന്നിട്ട് നമുക്ക് നല്ല ചേഞ്ച്, അതായത് ഈ വെക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ അടുത്ത അക്കാഡമിയിൽ ജോയിൻ ചെയ്യുമ്പോഴേക്ക് നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ വരും കേട്ടോ. അപ്പൊ ഗൈസ്, നിങ്ങൾ സാർ ചാനൽ വരും. പിന്നെ nafi.educate മറക്കണ്ട, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചോട്ടോ. ഈ ഒരു ഭാഗം സ്ക്രീൻഷോട്ട് മെൻഷൻ ചെയ്തോ. നാഫി സാർ എവിടെ കയറിയാൽ എന്താണ് നമ്മുടെ ഈ മെൻഷൻ എന്നുള്ളത് എന്താ പറയാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ KSRTC ബസ്സിൽ വേറെ വണ്ടി മുന്നിൽ കാണണം. ഗിയർ ചേഞ്ച് ചെയ്ത് പോകുന്നു, പാടി ഇറങ്ങി ഓടി വരും ഒരു വീരനായ കാട്ടുകെതിരെ വേട്ടയാടി കാടി അറിയില്ല. ഏത് പാലക്കാടാണെങ്കിലും നാഫി ഒരു ആഗ്രഹം പറഞ്ഞു, എന്റെ പിള്ളേരെ മുന്നിൽ വെച്ചിട്ട് എന്റെ പിള്ളേരെ തൊട്ട് കളിച്ചാല് പാടം എമ്പുരാനോ? എമ്പുരാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരാളാണ് ചെറിയ രീതിയിലെങ്കിലും.
അപ്പൊ ഓരോ വിഷ്വൽസും ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ എന്റെ ശ്രദ്ധ പോയത്. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ദ ബെസ്റ്റ് ക്രാഫ്റ്റ്മാന്റെ ഒരു ക്രാഫ്റ്റ് ആയിട്ട് ഞാനെ കാണും. മോഹൻലാൽ കണ്ടത് ആ പവർ എവിടെക്കോ ലേശം കുറഞ്ഞ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്ത് ആണെങ്കിലും പടം എൻഗേജിങ് ആണ്. 3 മണിക്കൂർ ഞാൻ അടിച്ച് കയറാൻ പോണേ. Left side overtaking is not okay. It's illegal. Right side go. Yes. Yes. Oh, yes. Oh, no. Panipali. Ayyo, Panipali. അതാ കൊതിയാണ് ഇതർ പോണിട്ട്. ഈതർ അല്ല ഹൈദർ ആണെങ്കിൽ എടുക്കാൻ പോകും. മന മാറ് ഞാൻ പറക്കട്ടെ. മാറി സൈഡണ്ടാ പോട്ടെ. എന്റെ പിള്ളേരെ തൊട്ട് കളിക്കുന്നോടാ. ഇതൊക്കെ റെക്കോർഡിംഗ് ആണ് കേട്ടോ, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. 1 2 3 start 1 2 3 start 1 2 3 start 1 2 3 start 1 2 3 start. മകളെ നമ്മള് ഇവരെ കൊടുക്കേണ്ടി വരും. കൊണ്ടോട്ടി ജംഗ്ഷനിലേക്ക് കയറാൻ വേണ്ടി പോകണം. നമ്മള് ഇടിച്ചില്ല. അങ്ങനെ നമ്മളെ KSRTC മറികടന്നിരിക്കുകയാണ്. ഓക്കെ സെറ്റ്. പ്രോ ഡ്രൈവർ ഈ വണ്ടിക്ക് അറിയാം കേട്ടോ. ഇതാരാ അറിയോ? മോറിസ് ഗാരേജ് MG. ഹായ്, നമ്മുടെ ഹായ് സൂപ്പർ. എന്ത് ബ്ലോക്ക് ഫുള്ള്. ഇത്ര ബ്ലോക്ക് എന്റെ ലൈഫിൽ ഞാൻ മഞ്ചേരി മുഴുവനും എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അതിജാറ് നമ്മൾ വരുന്നത് അറിഞ്ഞിട്ട് അത് തോന്നുന്നത് ഫുൾ ബ്ലോക്കാണ്. ആളുകൾ കാണാൻ തടിച്ചു കൂടിക്കുക. തടി കൂടി ആൾക്കാരുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത റൈറ്റ് ആട്ടോ കട്ട് ചെയ്യാം. നല്ല ബ്ലോക്കാണ്. പോലീസുകാരൊക്കെ ഗതാഗതം നമ്മുടെ പോലീസുകാരെ വെൽക്കം ചെയ്യാണ്. വരൂ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ സാർ, നോ പ്രോബ്ലം, വി ആർ ജസ്റ്റ് മാനേജ് ചെയ്തോളാം. എന്താ ചെയ്യാ, ഞങ്ങള് ഇത്ര ആള് കൂടുതൽ വിചാരിച്ചില്ല. മലപ്പുറം സ്തംഭിച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട്. വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. എത്തുമോ? എല്ലാരും ഇവിടെ എത്തി. ആകെ +1 അല്ലേ ഉള്ളൂ. അതെ, കുറച്ച് ഓടിക്കോട്ടെ. സ്കൂളിൽ എടുത്ത് നോക്കാം. ആദ്യം ആ കുട്ടികൾ ആകെ ഉണ്ടാവില്ല. ഒരു 90 കുട്ടികളുണ്ടാവില്ല. ആ 90 കുട്ടികൾ ഇവിടെ എത്തി. മക്കളെ നമ്മൾ ലേറ്റ് ആയി പോയി. എല്ലാവരും പോയി. എല്ലാരും പോയി. ആ റൈറ്റ്, ആ സ്കൂളിലേക്ക് എൻട്രൻസ്. ഒരു മനുഷ്യൻ നിർത്ത് ആർക്കും പരിചയമില്ല. ആ സൽസേവിലുണ്ട് നടത്തിക്കാൻ. ഇതാണ് മിർഫ നോക്കൂ. വീഡിയോ എടുത്ത് നമ്മള് ഓണാക്കണത്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മിർഫ. നമ്മള് കുറെ ദിവസമായി നമ്മൾ പറ്റിച്ചല്ല നമ്മൾ ഓരോ തിരക്കൊണ്ട് വരാൻ കഴിയിട്ടാണ്. അപ്പൊ മിർഫ നമ്മളെ വെയിറ്റ് ചെയ്യാണ്. മിർഫ ഹാപ്പി അല്ലേ? ഈ പൈസ ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? നിങ്ങളിപ്പോ വെയിറ്റ് ചെയ്ത് എന്തോ തരുന്ന വിചാരിച്ചിട്ടല്ലേ? സ്നേഹം കൊണ്ട് മാത്രം അല്ലേ? ഓക്കെ, പക്ഷെ എന്തായാലും മിർഫക്ക് ഒരുപാട് പരിപാടികളുണ്ടാവും. കൂടുതൽ ആളെ കൂട്ടാതെ അല്ല ശരിക്കും അല്ല 63. അല്ല ഇതിന്റെ ഗുണം എന്താ അറിയോ? അല്ല നമുക്ക് ഇന്ന് കിട്ടുന്ന ഗുണം എന്താ അറിയോ? ഇന്ന് കിട്ടുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പെരുന്നാളാണ്, പെരുന്നാളിനൊക്കെ ഡ്രസ്സ് എടുക്കാക്കാം. പിന്നെന്താ അറിയോ, ഇനി പെരുന്നാൾ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. പെരുന്നാൾ പൈസയും കൊടുക്കേണ്ടി വരും. എന്താ വലിയ ചെലവൊക്കെ കൊടുത്തതാ കേട്ട്. ആർക്കാ ആദ്യം ആർക്കാ ഫുഡ് കൊടുത്തത്? ചെലവ് കൊടുത്താർക്കാ? ഫാമിലിക്ക് കൊടുത്തത്. എന്താ കൊടുത്തവർക്ക്? മുട്ടായോ? ഒന്നും കിട്ടിയില്ല. ചൂടോടെ വാങ്ങിക്കൊള്ളു കേട്ടോ. ക്ലച്ച് പോണ ക്ലാസ് ആണല്ലേ? നമ്മുടെ ഗിവയുടെ എമൗണ്ട് ഏതൊക്കെ സബ്ജക്ട് നിങ്ങൾ കാണല്ലേ? 5000 അടുത്ത വർഷം എജുപോണ കൂടെ ഉണ്ടാവില്ല. നിങ്ങളെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. ഞാൻ വാങ്ങുന്ന പ്രതീകാത്മക ഗിഫ്റ്റ് ആണ്. ഇത് എജുപോർട്ടിന് മിർഫ തന്നൊരു ഗിഫ്റ്റ് ആണ്. താങ്ക് യു മിർഫ. ബൈ.
അപ്പോൾ ശരിക്കും ഇന്നത്തെ ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര വെയിലാണ്. ആ കുട്ടി വളരെ ഹാപ്പിയാണ്, സന്തോഷമായി, കാരണം ഗീവ് അവേ കിട്ടിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ. സോ പരിപാടി കഴിഞ്ഞു. നല്ല വെയിലാണ്, ക്ഷീണിച്ചിരിക്കുകയാണ്. നമുക്ക് ചെറിയ ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് എന്താന്ന് പൊട്ടിച്ചു നോക്കാം റാഫി. ഓക്കെ, എന്തൊക്കെ പൊട്ടിച്ചു നോക്കാം, എന്താ ഓക്കെ ബൈഡോ. പരിചയമുണ്ടെന്നുള്ള ഇപ്പൊ മനസ്സിലായി. അതായത് എല്ലാവർക്കും അറിയുന്നുണ്ട്. പിന്നെ പൊട്ടിച്ചേക്കാനുള്ള മുട്ടായി എനിക്ക് എന്റെ ഷെയർ എത്ര? എന്റെ ഷെയർ എന്റെ കമ്പനിക്കാരുടെ ഷെയർ പറഞ്ഞു. അതല്ല മുട്ടായി അല്ല. പോട്ടെ. ഞാൻ ഹാപ്പി ആട്ടോ. അപ്പൊ താങ്ക് യു, ബൈ, കാണാം. മിർഫന്റെ ഗിഫ്റ്റ് ബോക്സ്. മിർഫ ഞങ്ങൾക്ക് സന്തോഷം കൊടുത്ത ഒരുപാട് ചോക്ലേറ്റ്. താങ്ക് യു മിർഫ. നല്ല ഈ ഒരു ചൂടത്തിനടുത്ത് നോമ്പായി പോയി, നോമ്പ് തുറന്നിട്ടുന്ന നല്ല പൊട്ടിക്ക്. ഇവിടെ എന്താ കാര്യം ഉണ്ടാക്കിയിരിക്കും. എന്റെതാ ചോക്ലേറ്റ് ഉള്ള കൊണ്ടുപോയല്ലേ വലുത്. ട്രെൻഡിങ് തട തോന്നുന്നു. ഇപ്പത്തെ ട്രെൻഡിങ് ആണ്. ചോക്ലേറ്റ് പോലെ കൊടുക്കുന്ന പറ്റിക്കല്. എവിടെ നിന്ന് നോക്ക്, എനിക്ക് ഇഷ്ടമാണ് സാറിന്. ഈ ഒരു ചെറിയ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കോഴിക്കോട്ടേക്ക് തിരിച്ചു. ആൻഡ് താങ്ക് യു സോ മച്ച്. നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക, ആൻഡ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു സോ മച്ച്.